എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്കെല്ലാം പുതിയ കാലഘട്ടത്തിലേക്കുള്ള വിജയാശംസകൾ നേരുകയാണ്. നിങ്ങളെല്ലാം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ മാധ്യമരംഗത്ത് പ്രശസ്തമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ വ്യത്യസ്തമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും പക്ഷേ നിങ്ങളൊരു മാധ്യമ പ്രവർത്തകരെന്നുള്ള നിലയിൽ നിങ്ങൾ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാൻ നല്ല ശ്രമങ്ങൾ നടത്തി. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഫലം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരു മാത്സര്യ ബുദ്ധിയോടുകൂടി തന്നെ എല്ലാ മാധ്യമങ്ങളും പ്രവർത്തിച്ചു. മാധ്യമരംഗത്ത് ശരിയായ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാൻ ഇനിയും മാത്സര്യ ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം. ആ മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോടെല്ലാം അപേക്ഷിക്കാനുമുള്ളത്. നമുക്ക് നിങ്ങൾ കുറേ ഇപ്പോൾ പത്രക്കാരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പല കാരണങ്ങളാൽ സമയമുണ്ടായില്ല. അതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ കഴിയാതെ വന്നത്. നിങ്ങൾ പലരും നേരിട്ട് തന്നെ വിളിച്ചിരുന്നു. പക്ഷേ ചില സമയങ്ങളിൽ ഞാൻ ഇവിടെ ഇല്ല, മറ്റ് ചില കാരണങ്ങളാൽ സാധിക്കാതെ വന്നു. അതുകൊണ്ട് എല്ലാവരോടും വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മാധ്യമരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് വിജയങ്ങൾ ആശംസിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണല്ലോ ഉണ്ടായിരിക്കുന്നത്, പ്രതീക്ഷിക്കാത്തതല്ലേ? തികച്ചും അപ്രതീക്ഷിതമായ ഒരു പരാജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യവും അതാണ്. കാരണം കേരളത്തിൽ ഞങ്ങൾക്കെതിരായി ഇത്തരമൊരു വിധി ഉണ്ടാകും എന്ന് ഞങ്ങൾ കണക്കാക്കുന്നില്ല. കാരണം ഈ 1957 ഒന്നാം ഗവൺമെൻറ് മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഒരു വലിയ മാറ്റം, വലിയ പുരോഗതി, അത്ഭുതാവഹമായ വളർച്ച നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം. അതിൽ കഴിഞ്ഞ 10 വർഷം വളരെയധികം വളർച്ചയുണ്ടായിട്ടുള്ളൊരു കാലഘട്ടം കൂടിയാണ്. അങ്ങനെ സർവ്വതോന്മുഖമായ മേഖലയിൽ ഒരു വൻ പുരോഗതി കൈവരിച്ചിരിക്കുന്ന ഒരു നാട്ടിൽ ആ ഗവൺമെൻറ് വീണ്ടും ജനങ്ങളോട് അഭ്യർത്ഥിച്ചാൽ, തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ചാൽ സാമാന്യഗതിയിൽ ഞങ്ങൾക്ക് അനുകൂലമായ വിധിയുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കിയത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴാണ് തികച്ചും അപ്രതീക്ഷിതമായ ഒരു വിധിയുണ്ടായത്. ഇനിയിപ്പോൾ ഇന്നത്തെ നിലയിൽ കാര്യങ്ങളെല്ലാം അവലോകനം ചെയ്ത് ഭാവി രാഷ്ട്രീയത്തെ മെച്ചപ്പെടുത്തിയെടുക്കാൻ കേരളത്തിൻ്റെ തന്നെ സമഗ്രമായ പുരോഗതി, അഭിവൃദ്ധി, ഇന്ന് തുടങ്ങി വച്ചിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും, ജനക്ഷേമകരമായ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് വേണം തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കാൻ. അത്തരമൊരു നിലപാട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ മുന്നണിയുടെ സംസ്ഥാനതല യോഗം ചേർന്ന് അതിൻ്റെ നിലപാട് കൺവീനർ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷം പത്രക്കാരെ അറിയിക്കാനുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹവും പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ജനങ്ങൾ വളരെ സശ്രദ്ധം നിരീക്ഷിക്കുന്നുണ്ട്. മാധ്യമക്കാരായ നിങ്ങളും നല്ലതുപോലെ ആ ഓരോ വാർത്തകളും അതിൻ്റെ ഓരോ വാക്കുകളും
നല്ലതുപോലെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷം കേരളത്തിൽ ദുർബലപ്പെട്ടാൽ അത് ഇടതുപക്ഷ പാർട്ടികൾക്ക് മാത്രമല്ല കേരളത്തിൻ്റെ തകർച്ചയായിരിക്കും. ലോകമിന്ന് നേരിടുന്ന പ്രശ്നം ഇടതുപക്ഷത്തിൻ്റെ തകർച്ചയാണ്. ലോകമിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ആപത്തുകൾ ലോകത്തിൽ വലതുപക്ഷത്തിൻ്റെ ശക്തി പ്രകടനം കൊണ്ടാണ്. വലതുപക്ഷ തീവ്രവാദിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. ആ വലതുപക്ഷ മുൻകൈയാണ് ലോകത്തിൻ്റെ നാശം വിധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ അത് ജനങ്ങൾക്ക് വലിയ ആപത്ത്, ദുഃഖം വരുത്തി വയ്ക്കും. ഇടതുപക്ഷത്തിൻ്റെ വളർച്ചയിലൂടെ വേണം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ. അതുകൊണ്ട് ഇടതുപക്ഷം ദുർബലപ്പെടരുത്, ശക്തിപ്പെടണം എന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇനിയും എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കും എന്ന് പാർട്ടിയും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്.